നമസ്കാരം. ജീവിതത്തിൽ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും അബദ്ധങ്ങൾ പറ്റുമെന്നും നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ മറ്റുള്ളവർക്ക് തമാശയാകുന്നതിൽ അസഹിഷ്ണുത കാട്ടിയിട്ട് കാര്യമില്ലെന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ നെറ്റിസൺ ജേർണലിസ്റ്റ് നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ളവരുടെ അബദ്ധങ്ങളിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളണമെന്നും ഒരബദ്ധം മറ്റൊരു അബദ്ധത്തിന്റെ തുടക്കമാകരുതെന്നും പറഞ്ഞ ചിന്തകനും വാഗ്മിയുമായ ഡാർവിൻ സരീസിനെയും ഇതോടൊപ്പം സ്മരിച്ചുകൊണ്ട് നമ്മൾ കടക്കുകയാണ് കാഴ്ചയുടെ കൗതുക ലോകത്തേക്ക്. നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം അബദ്ധങ്ങൾ കൊണ്ട് കുഴപ്പങ്ങൾ നേരിടുന്നതിന്റെ ഉത്തരവാദി അവരവർ തന്നെയാണെന്ന് കരുതാമെന്നും അതല്ല ചിലപ്പോൾ മറ്റുള്ളവരുടെ അബദ്ധങ്ങൾ കൊണ്ട് അവർക്കല്ല അതിന്റെ ദൂഷ്യഫലങ്ങൾ ഉണ്ടാവുന്നതെന്നും പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ആരാധകനും സ്ഥിരം കാഴ്ചക്കാരനുമായ രഞ്ജിത്ത് NP ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി പ്രതികരിക്കുന്നത്. ഒരുപക്ഷെ നിർദോഷമായ തമാശയായിരിക്കും അവർ പ്രതീക്ഷിച്ചതെങ്കിലും അതിന് വിപരീതമായിട്ടായിരിക്കും നടക്കുകയെന്നും പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ അയച്ചു തരികയാണ് ഒരു ദൃശ്യം. ഇത്തരത്തിലുള്ള തമാശകൾ ഒരുക്കുന്നവർ വേണ്ടപൂർവ്വം ആലോചിക്കാതെ നടത്തുന്നവ ഇതുപോലെ അപകടത്തിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കണമെന്ന് പറഞ്ഞാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സ്ഥിരം കൂട്ടുകാരൻ സന്തോഷ് കുമാർ പ്രതികരിക്കുന്നത്. ആഘോഷങ്ങൾ ഉത്സവാന്തരീക്ഷത്തിൽ നടത്തണമെന്ന് പ്രതീക്ഷിച്ച് അല്പം ശ്രദ്ധക്കുറവിന്റെ പേരിൽ അത് അപകടത്തിലേക്ക് നീങ്ങരുതെന്നും സന്തോഷ് ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് ഇയാൾ അയച്ചു തരുന്നത് മറ്റൊരു ബർത്ത്ഡേ ആഘോഷത്തിന്റെ കാഴ്ചയാണ്. 102 വയസ്സ് തികഞ്ഞ ഒരു മുത്തശ്ശിയാണ് ഇതിലെ താരം. എന്നിട്ട് എന്തുണ്ടായെന്ന് കാണണ്ടേ? Desserts, not on there. Whoa. Blow it out. പല്ല് തെറിച്ച് വീണപ്പോൾ മുത്തശ്ശി തന്നെ ചിരിക്കുന്നത് രസകരമായി പോയെന്നാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സുഹൃത്തായ റോഷി കെ ജോർജ് പറയുന്നത്. എന്തായാലും 102 വയസ്സ് ആഘോഷിക്കുന്ന മുത്തശ്ശിക്ക് അഭിനന്ദനങ്ങൾ നേരുന്നുവെന്നും ഇയാൾ പറയുന്നു. മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഇയാൾ അയച്ചു തരികയാണ് ഒരു വൈൻ വിളമ്പലിന്റെ ദൃശ്യം. Ja, ich kenne das Video. Ich weiß, was er jetzt macht, deswegen filme ich das. Ja. Guck dir den Scheiß jetzt einmal genau an. Ich filme das nicht umsonst. ഇയാളുടെ വൈൻ വിളമ്പലൊക്കെ നന്നായിട്ടുണ്ടെന്നും ഇതിലൊക്കെ പ്രാവീണ്യം നേടിയിട്ടുള്ളവർ ചില ബാറുകളിലും മറ്റുമൊക്കെ ഉണ്ടെന്നും പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ മറ്റൊരു കൂട്ടുകാരൻ ടിറ്റോ ആന്റണി പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എന്തും ഏതും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുണ്ടെന്നും മദ്യവും വൈനും ഒക്കെ വിളമ്പാൻ ആൾക്കാരുടെ ആവശ്യമില്ലെന്നും പറഞ്ഞ് ടിറ്റോ ആന്റണി ഷെയർ ചെയ്യുകയാണ് യന്ത്രവൽകൃത മദ്യ വിളമ്പൽ ദൃശ്യം. മദ്യവും വൈനും കഴിക്കാത്തവർക്ക് ഇത് കണ്ട് അമർഷം തോന്നുമോ എന്ന ശങ്കയോടെയാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ മറ്റൊരു ചങ്ങാതി സന്ദീപ് ദിവാകരൻ ഇത് കണ്ട് പ്രതികരിക്കുന്നത്. മദ്യം കഴിക്കാത്തവർക്ക് നമുക്ക് പെപ്സിയോ കൊക്കക്കോളയോ നൽകാമെന്ന് പറഞ്ഞാണ് ഇവരെ ആശ്വസിപ്പിക്കാൻ ഇയാൾ ഒരുങ്ങുന്നത്. എന്നിട്ട് ഇയാൾ അയച്ചു തരികയാണ് ഒരു കുട്ടി കൊക്കക്കോള കുപ്പി തുറക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യം. അയ്യോ, ആ കുട്ടിയുടെ പരിഭ്രമിച്ചുള്ള മുഖഭാവം കണ്ടപ്പോൾ ശരിക്കും പാവം തോന്നിയെന്ന് പറയുകയാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ആരാധകനും ഇഷ്ടക്കാരനുമായ വൈശാഖ് SP. സമാധാനത്തോടെ കുടിച്ച് രസിക്കാമെന്നുള്ള സാവകാശത്തോടെ വന്ന ആ കുട്ടിക്ക് അത് തുറന്ന് പോകാൻ തുടങ്ങിയതോടെ ആകെ അങ്കലാപ്പായെന്നും വൈശാഖ് പറയുന്നു.
നമ്മൾ ഉപയോഗിക്കാനായി വരുന്നവ കൺമുന്നിൽ വെച്ച് നഷ്ടപ്പെടുന്ന അവസ്ഥ അത്ര കണ്ട് രസകരമാവില്ലെന്നും പറഞ്ഞ് വൈശാഖ് പോസ്റ്റ് ചെയ്യുകയാണ്. ഒരാൾ കഴിക്കാനെടുത്ത പഴം ഒരു കുരങ്ങൻ കയ്യിൽ നിന്നും വാങ്ങി കഴിക്കുന്ന രംഗം. കുരങ്ങൻ ആള് കൊള്ളാമല്ലോ എന്ന കമന്റോടെയാണ് നമ്മുടെ സ്ഥിരം സുഹൃത്ത് മുസ്തഫ മംഗലാട് ഇതിനോട് പ്രതികരിക്കുന്നത്. ചക്കിന് വെച്ചത് കൊക്കിന് എന്ന പോലെയായി ഇതെന്നും ഇയാൾ പ്രതികരിക്കുന്നു. കുരങ്ങന്റെ അപ്രതീക്ഷിത നടപടി കണ്ട് ഇയാൾക്ക് പ്രതികരിക്കാനായില്ലെന്നും മുസ്തഫ പറയുന്നുണ്ട്. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്ന ദൃശ്യം എന്താണെന്നോ, ഒരു കുരങ്ങന്റെ മറ്റൊരു മോഷണമാണ്. ഇത് മോഷണം എന്ന് ഉറപ്പിച്ച് പറയാനാവില്ല. അതെന്താണെന്നല്ലേ കണ്ടാലേ മനസ്സിലാകൂ. തൊട്ടുമുമ്പ് കാണിച്ച കുരങ്ങനെ പോലെ ഇവനും ആള് മോശക്കാരനല്ലല്ലോ എന്നാണ് ഈ കാഴ്ച കണ്ട് നമ്മുടെ പുതിയ സുഹൃത്ത് ഹക്കു ആഡംസ് പ്രതികരിക്കുന്നത്. ഈ കുട്ടിക്കുരങ്ങൻ ആ കുട്ടിയുടെ കളിക്കൂട്ടുകാരനെ പോലെ കളിക്കുന്നത് കാണാൻ രസകരമായിരുന്നുവെന്നും ആ കൊച്ചാകട്ടെ ചിലപ്പോൾ ധർമ്മസങ്കടത്തിൽ ഇരിക്കുന്നത് കണ്ട് തമാശ തോന്നിയെന്നും ഹക്കു ആഡംസ് പറയുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് മറ്റൊരു പാലുകുടിയുടെ ദൃശ്യമാണ്. അതെന്താണെന്നോ, ഒരു പാൽ കറവക്കാരനെ സോപ്പിട്ട് പശുവിൻ പാൽ കുടിക്കുന്ന ഒരു കാഴ്ച. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും പുള്ളിക്കാരൻ കറവക്കാരനെ സോപ്പിടാൻ പോയിട്ട് വരട്ടെ. അപ്പോഴേക്കും ഒരു ഇടവേള എടുത്തിട്ട് വരാം. കറവക്കാരനെ മണിയടിച്ച് പാല് കുടിക്കുന്ന ഒരാളെ കാണിച്ചു തരാമെന്നല്ലേ ഇടവേളയ്ക്ക് മുൻപ് പറഞ്ഞത്? അതാരാണെന്ന് കാണണ്ടേ?对了，是水果苗儿。ഈ പൂച്ചക്കുട്ടിയുടെ കൊതിപൂണ്ട നോട്ടം കണ്ട് രസം തോന്നിയെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സുഹൃത്ത് ആഗ്നസ് ജോസ് കമന്റ് ചെയ്യുന്നത്. കറവക്കാരൻ പാത്രത്തിലേക്ക് കറന്നെടുക്കുമ്പോൾ പൂച്ചയുടെ കാത്തിരിപ്പും ശരീരചലനങ്ങളും മറ്റും രസകരമായെന്ന് പറയാതിരിക്കാനാവില്ലെന്ന് ആഗ്നസ് പറയുന്നു. എന്നിട്ട് ആഗ്നസ് കാണിച്ചു തരുന്ന ദൃശ്യം കാണണ്ടേ? ഇതിന്റെ സന്ദർഭം പാലുകുടിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും സംഗതി അതല്ല. ഒരു ഒട്ടകം അതിന്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിനിടയിൽ കയറിയിരുന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു അറബി യുവാവിന് പറ്റുന്ന അമളിയാണിത്. സ്വബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇയാൾ ചെയ്തതെന്ന് അല്പം അരിശത്തോടെ പറയുകയാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ഇരട്ട ചങ്ങാതികളായ അനീഷും അജീഷും. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് പൊതുവെ മൃഗങ്ങൾ അക്രമകാരികളാകാറുണ്ടെന്നും അനീഷും അജീഷും ഒറ്റ സ്വരത്തിൽ പറയുന്നു. കുട്ടികൾക്കായി പാൽ ചുരത്തുന്ന സമയത്ത് ഇവയെല്ലാം അതീവ ശ്രദ്ധാലുക്കൾ ആകാറുണ്ടെന്നും എന്നിരുന്നാലും ആ സമയത്ത് മാത്രമേ ഇവ തങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താറുള്ളൂ എന്ന് കരുതേണ്ടെന്നും പറഞ്ഞ് അനീഷും അജീഷും അയച്ചു തരുന്നത് ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും കരുതലിന്റെ കാഴ്ചയാണ്. അതായത് മാതൃസ്നേഹത്തിന്റെ കാഴ്ച.
Your daughter's going ballistic with French. She doesn't want to see that. സ്വന്തം ജീവൻ പണയം വെച്ചും കുഞ്ഞുങ്ങളെ രക്ഷിക്കുക എന്നത് മാതൃസ്നേഹത്തിന്റെ മഹനീയതയാണെന്നും പറഞ്ഞ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ഇഷ്ടക്കാരനും കാഴ്ചക്കാരനുമായ ഷമീർ തൃശൂർ പ്രതികരിക്കുന്നു. ഒരു പുലിയെയോ സിംഹത്തെയോ ഓടിക്കാൻ മാത്രമുള്ള ധൈര്യം വരുന്നത് അത്രയേറെ കരുതലിന്റെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണെന്നും ഷമീർ കൂട്ടിച്ചേർക്കുന്നു. മൃഗങ്ങളുടെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ പരിഗണിക്കുമ്പോൾ പൊതുവെ മൃഗങ്ങൾക്ക് ഒരുപക്ഷെ മനുഷ്യർ തമ്മിലുള്ളതിനേക്കാൾ കരുതലും സ്നേഹവും ഉണ്ടെന്ന് കരുതേണ്ടി വരുമെന്നും പറഞ്ഞ് ഇയാൾ ഷെയർ ചെയ്യുകയാണ് ഒരു നായ ചത്തുകിടക്കുമ്പോൾ മറ്റൊരു നായ അതിനടുത്ത് വന്ന് നടത്തുന്ന പ്രകടനം. ഇത് കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നിയെന്ന് പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സുഹൃത്തായ റോണി കമന്റ് തുടങ്ങുന്നത്. മനുഷ്യർക്കൊക്കെ മനുഷ്യത്വം എന്ന് പറഞ്ഞ് സ്വയം പുകഴ്ത്തുമ്പോൾ മൃഗങ്ങളുടെ മൃഗീയത കണ്ട് പഠിക്കേണ്ടി വരുമെന്നും ഇയാൾ പറയുന്നു. റോഡിൽ അപകടം പറ്റിക്കിടക്കുന്നവരെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോകുന്നവരൊക്കെ ഈ നായയുടെ മൃഗീയതയല്ല മനുഷ്യത്വം മനസ്സിലാക്കണമെന്നും താനടക്കമുള്ള മനുഷ്യർ ഇത്തരം കാര്യങ്ങളിൽ വരുത്തുന്ന വീഴ്ച മനസ്സിലാക്കണമെന്നും റോണി പറയുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് ജീവജാലങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒരു രംഗമാണ്. ഈ കാക്കത്തമ്പുരാട്ടി ആള് നല്ല പരോപകാരിയാണല്ലോ എന്ന കമന്റോടെയാണ് നമ്മുടെ മറ്റൊരു സുഹൃത്ത് ചന്തു ശിവരാമൻ ഇതിനോട് പ്രതികരിക്കുന്നത്. തൊട്ടുമുമ്പ് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞതുപോലെ മനുഷ്യരൊക്കെ ഇവയുടെ പരസ്നേഹ പ്രവൃത്തികൾ കണ്ട് പഠിക്കട്ടെ എന്നും ചന്തു ശിവരാമൻ പറയുന്നു. മനുഷ്യർ മിക്കവാറും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മാത്രമാണ് പരോപകാരം ചെയ്യാറുള്ളതെന്നും അവൻ എന്തു കൊടുത്താലും അതിൽ നിന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നവരാണെന്നും പറഞ്ഞ് ഇയാൾ കാട്ടിത്തരുന്നത് എന്താണെന്നോ, ഒരു പ്രാവ് വിൽപ്പന കടയിൽ ഒരാൾ പ്രാവിന് തീറ്റി കൊടുക്കുന്ന രംഗം. പ്രാവിന് തീറ്റി കൊടുക്കുന്നതിൽ എന്താ തെറ്റ് എന്ന് ചിന്തിക്കാൻ വരട്ടെ. ഇത് സ്വാർത്ഥതയുടെ ഉത്തമ തെളിവാണ്. എന്തൊക്കെ താന്തോന്നിത്തരങ്ങളാണ് ഈ മനുഷ്യർ ചെയ്യുന്നതെന്ന് ആത്മരോഷം കൊള്ളുകയാണ് ഇത് കണ്ട് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ സ്ഥിരം കാഴ്ചക്കാരനായ അജീഷ്.
മുൻ എപ്പിസോഡുകളിൽ മാംസത്തിന്റെ ഭാരം കൂട്ടാനായി കോഴിയിറച്ചിയിലും മീനിലും വെള്ളം കുത്തിവെക്കുന്നത് കാണിച്ച പോലെ തന്നെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന പ്രാവിന്റെ ഭാരം കൂട്ടാൻ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ നെറ്റിസണിൽ കൂടി കാണിക്കുന്നത് അഭിനന്ദനാർഹമാണെന്നും അജീഷ് പറയുന്നുണ്ട്. എന്നിട്ട് ഇയാൾ ഷെയർ ചെയ്യുന്നത് ആളുകളെ കബളിപ്പിച്ച് ഭിക്ഷാടനത്തിനായി ശ്രമിക്കുന്ന ഒരു യുവാവിനെയാണ്. ഇവന്റെ കബളിപ്പിക്കൽ ഒന്ന് കണ്ടു നോക്ക്. صوتك بوميزان نه؟ كمان ماما شو كذا ولا مياه شنو هاي تشي شذا ولا مياه صوتك صادشك بخي ساشو بخي ساشو കപട ഭിക്ഷാടകരുടെ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഇവരെ തുരത്തേണ്ടത് അധികൃതർ തന്നെയാണെന്ന് പറഞ്ഞാണ് നെറ്റിസൺ കൂട്ടുകാരൻ ആന്റണി KP ഇത് കണ്ട് പ്രതികരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടേറെ പേർ ഉണ്ടായിരിക്കുമെന്നും ഇതുപോലുള്ള കൃത്രിമത്വങ്ങൾ നമ്മൾ സ്വയം തിരിച്ചറിയേണ്ടതുണ്ടെന്നും പറഞ്ഞ് ആന്റണി ഷെയർ ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച. എന്തൊക്കെ കബളിപ്പിക്കൽ ചെയ്താണ് മനുഷ്യർ ഓരോന്നും ജീവിക്കുന്നതെന്ന് തോന്നും ഇതൊക്കെ കണ്ടാൽ. ഇതൊരു പക്ഷേ ആസൂത്രിതമായി ചിത്രീകരിച്ചതാകാമെന്നും എന്നാൽ തന്നെയും ഇതിൽ നിന്നും പഠിക്കാൻ ഗുണപാഠമുണ്ടെന്നും പറഞ്ഞാണ് നെറ്റിസന്റെ മറ്റൊരു കൂട്ടുകാരൻ പ്രണവ് പ്രസാദ് കമന്റ് ചെയ്യുന്നത്. എന്തെങ്കിലും അസുഖം മൂലം ശരീരമാകെ മൂടി ഒരാൾ ഭിക്ഷയ്ക്ക് ഇരിക്കുകയാണെന്ന് കരുതി ചിലരെങ്കിലും ചില്ലറ ഇടുമെന്നും ഇയാൾ പറയുന്നു. എന്നിട്ട് ഇയാൾ കാട്ടിത്തരുന്നത് മറ്റൊന്നുമല്ല, ചില്ലറ കാശിന്റെ നിർമ്മാണം തന്നെയാണ്. ഇതിന്റെ നിർമ്മാണം കാണാത്തവർക്ക് ഇത് ശരിക്കും ഒരു കൗതുക കാഴ്ചയാണ്. അതിന്റെ നിർമ്മാണം കാണാൻ പോകും മുമ്പ് ഒരു ചെറിയ ഇടവേള ആവശ്യമുണ്ട്. ഉടനെ വരാം. ചില്ലറ നിർമ്മാണം എങ്ങനെയെന്ന് കാണാമെന്നല്ലേ ഇടവേളയ്ക്ക് മുൻപായി പറഞ്ഞു നിർത്തിയത്? അത് കാണാൻ പോകാം. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ കൗതുകം മാത്രമല്ല അറിവ് കൂടിയാണെന്നും പറഞ്ഞാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ ആരാധകനും കാഴ്ചക്കാരനുമായ ഫസൽ മോൻ പ്രതികരിക്കുന്നത്. നോട്ട് നിർമ്മാണം താൻ ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ കോയിൻ നിർമ്മാണത്തെ പറ്റി ആലോചിച്ചിരുന്നില്ലെന്നും ഫസൽ പറയുന്നു. എന്നിട്ട് നോട്ട് നിർമ്മാണം കാണാത്തവർക്കായി ഇയാൾ ഷെയർ ചെയ്യുന്നു അതിന്റെ നിർമ്മാണ കാഴ്ച. ഇതും രസകരം തന്നെയാണെന്ന് പറയാതിരിക്കാനാവില്ല.
അപ്പോൾ ഇതിന്റെ പ്രസ്സിൽ ജോലി ചെയ്യുന്നവരുടെ ഭാഗ്യം എന്ന ആശ്ചര്യത്തോടെയാണ് നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ കൊച്ചു കൂട്ടുകാരിയായ അഞ്ജന കമന്റ് ചെയ്യുന്നത്. ഈ കാശൊന്നും അവർക്ക് എടുക്കാനാവില്ല എന്നറിയാമെങ്കിലും അങ്ങനെ പറയാനാണ് തനിക്ക് തോന്നുന്നതെന്നും പറഞ്ഞ് ഈ കൂട്ടുകാരി ഷെയർ ചെയ്യുകയാണ് കുറച്ച് ആളുകൾ കൂടി കുറെ നോട്ട് പെറുക്കുന്നതിന്റെ ദൃശ്യം. ഇതേത് സാഹചര്യത്തിലാണെന്ന് അഞ്ജനയ്ക്ക് അറിയില്ല എന്നും അഞ്ജന പറയുന്നുണ്ട്. അതെന്തെങ്കിലും ആട്ടെ, ഇതൊന്ന് കണ്ടു കളയാം. ഇത് കള്ളനോട്ടോ അല്ലെങ്കിൽ വല്ല സിനിമാ ചിത്രീകരണത്തിന് ഉപയോഗിച്ച നോട്ടോ എന്നൊക്കെ കരുതാമെന്നും പറഞ്ഞാണ് നമ്മുടെ മറ്റൊരു ചങ്ങാതി അജയൻ പിള്ള പറയുന്നത്. അഥവാ ഇനി ഒറിജിനൽ ആണെങ്കിൽ തന്നെ അത് എണ്ണിയെടുക്കാൻ പാടുപെടുമെന്നും എളുപ്പത്തിൽ എണ്ണിയെടുക്കാനുള്ള വിദ്യ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അജയൻ പിള്ള കാണിച്ചു തരുന്നതൊന്ന് കാണാം. 就给大家一个快速数钱的方法：1、2、3、4、5、6、7、8、9、10、15、20、25、30、35、40、45、50、55、60、65、70、75、80、85、90、95、1、2、3、4 ഇന്ന് വ്യത്യസ്തമായ കുറെ തമാശകളും കൗതുക കാഴ്ചകളും കണ്ടല്ലോ. നെറ്റിസൺ ജേർണലിസ്റ്റ് സൈൻ ഔട്ട് ചെയ്യാൻ സമയമായി. കുറേയേറെ കൗതുക കാഴ്ചകളുമായി നമുക്ക് ഇനിയും അടുത്ത വാരം കാണാം. നിങ്ങളുടെ പക്കലുള്ള കൗതുകകരമായ ദൃശ്യങ്ങളും നെറ്റിസൺ ജേർണലിസ്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുക. നിർദ്ദേശങ്ങളും ദൃശ്യങ്ങളും അയക്കേണ്ട വിലാസം netizenjournalist@jeevan.tv. നെറ്റിസൺ ജേർണലിസ്റ്റിന്റെ കഴിഞ്ഞ എപ്പിസോഡുകൾക്കായി യൂട്യൂബിൽ ജീവന്റെ ഒഫീഷ്യൽ അഡ്രസ്സായ ജീവൻ ചാനൽ സെർച്ച് ചെയ്യുക. നെറ്റിസൺ ജേർണലിസ്റ്റ് ഇനിയും ഇതേ ദിവസം ഇതേ സമയം കാണാം. അടുത്ത തവണ കാണും വരേക്കും നന്ദി, നമസ്കാരം.